2007 മെയ് 3 പോർച്ചുഗീസിൽ തന്റെ മാതാപിതാക്കളായ കെയ്റ്റിന്റെയും ജെറിയുടെയും കൂടെ വെക്കേഷൻ ആഘോഷിക്കാനെത്തിയതായിരുന്നു 3 വയസ്സുകാരിയായുള്ള മാഡ്ലിൻ. 3 വയസ്സുകാരിയായ മാഡ്ലിനെയാണ് കാണാതായിരിക്കുന്നത്. സംഭവം നടന്ന ദിവസം മാഡ്ലിനെയും അതുപോലെ തന്നെ ഇരട്ട സഹോദരിയെയും റൂമിൽ കിടത്തി ഉറക്കിയതിനു ശേഷം സുഹൃത്തുക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് മാഡ്ലിന്റെ പേരൻസ് പുറത്തുപോയത്. ഇവരുടെ റൂമിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് ഇവർ ഫുഡ് കഴിക്കാൻ പോയത്. ഇടയ്ക്കിടെ ഇവർ കുട്ടികളെ പോയി നോക്കണം എന്ന് തീരുമാനിച്ചാണ് പോയത്. അങ്ങനെ ഒരു രാത്രി 10 മണി ആയതോടുകൂടി കുട്ടിയെ നോക്കാൻ ചെന്നപ്പോൾ കുട്ടിയെ കിടത്തിയെടുത്തിട്ട് മാഡ്ലിനെ മാത്രം കാണാനില്ലായിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് പോർച്ചുഗീസുകാർ നടത്തിയ അന്വേഷണത്തിൽ ആദ്യം മാഡ്ലിന്റെ പേരൻസിനെ തന്നെയാണ് സംശയത്തിനിടയാക്കിയത്. പക്ഷേ തെളിവുകളുടെ അഭാവം മൂലം അവരെ അതിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം ബ്രിട്ടീഷ് പോലീസ് ഓപ്പറേഷൻ ഗ്രൈൻസ് എന്ന് പറയുന്ന വലിയൊരു അന്വേഷണം തന്നെ നടത്തുകയും ഉണ്ടായി. വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ഇതിന് യാതൊരു വിധത്തിലുള്ള തെളിവും കണ്ടെത്താനായില്ല. അങ്ങനെ 2020 ജർമ്മൻ പൗരനായ ക്രിസ്റ്റ്യൻ ബ്രൂക്നർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലെ പ്രധാന പ്രതിയായിട്ട് ഉയർന്നു വന്നു. ഈ വ്യക്തിയാകട്ടെ പല കേസുകളിലും ശിക്ഷ അനുഭവിച്ച ഒരാളാണ്. പക്ഷെ ഇതുവരെയും മാഡ്ലിനെ കണ്ടെത്താനായിട്ടില്ല. ഈ കേസ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾവ് മിസ്റ്ററി കേസായിട്ട് തുടരുകയാണ്. ഇതുപോലെ റിയൽ ക്രൈം സ്റ്റോറീസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.